ഗൈസ്, ഇതാണ് നമ്മുടെ ചെറിയ പള്ളി. ഞാനിപ്പോൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് അവിടെ ഒരു എന്താ പറയുക, ഒരു പോലത്തെ ഒരു സാധനം, അതിൻ്റെ അകത്ത് നമ്മുടെ യേശു, അതാണ് മുത്തിയമ്മയുടെ രൂപം. ഇവിടെ വന്നിട്ട് തിരി കത്തിക്കുക. ഇവിടെ മാതാവിൻ്റെ സ്ഥലം. പള്ളിയിൽ വെണ്ണ വയ്ക്കാൻ പറ്റും, പക്ഷെ അവിടെ ഇപ്പോൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതാണ് പള്ളി. അകത്തോട്ട് പോകാം. ഇത് സെബസ്ത്യാനോസിൻ്റെ രൂപമാണ് ഗൈസ്. അകത്തോട്ട് ഇത് താഴത്തോട്ടുള്ള സ്ഥലമാണ് ഗൈസ്. നമുക്ക് മണിയുള്ള സ്ഥലത്തോട്ട് പോകാം. ഇതാട്ടോ നമ്മുടെ മണിയുള്ള സ്ഥലം. ഇത് അവിടെ ഒരു ഇവിടെ കുറച്ച് ഇതൊക്കെയാണ്. ഇതാണ് നമ്മുടെ മണിയുള്ള സ്ഥലം. അതിൻ്റെ അകത്ത് മണി ഇരിക്കുന്നുണ്ട്, കണ്ടുപോകാം. ഇതാണ് മണിയുടെ അടി. മീനെ കൊടുക്കാൻ മണിയാടി. പിന്നെ ഇതിൻ്റെ ഇവിടെ കയറിയിട്ട് ആൾക്കാർ മണി ഇങ്ങനെ അടിക്കും. കാലും വെച്ചിങ്ങനെ ചവിട്ടുമ്പോൾ മണി ഇങ്ങനെ അടിക്കും. ഒരു സ്റ്റെപ്പ് കയറിപ്പോണം. പിന്നെ മണ്ടയിലോട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തോട്ടുള്ള വ്യൂ പോയിൻ്റ് കണ്ടിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. അവരെല്ലാം താഴത്ത് ചാപ്പലിൽ പള്ളിയിലിരിക്കുക കേട്ടോ. നമ്മുടെ ബാക്കിൽ നിന്നുള്ള നമ്മുടെ പള്ളിയാണ് കാണുന്നത്. പിന്നെ താഴത്തെ വ്യൂ പോയിൻ്റ് ഇതാണ് കേസ്. നോക്കൂ, കുറച്ച് പേരൊക്കെ ഉണ്ട് കേസ്. അതാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്ത. ഇതാട്ടോ നമ്മളെ കുറവിലുള്ള ചെറിയ പള്ളി എന്ന് നമ്മൾ വിളിക്കും. വർഷങ്ങൾക്ക് മുമ്പ് തോമാശ്ലീഹ ബ്രാഹ്മിൺസിന്, അതായത് നമ്പൂതിരിമാർക്ക് ജ്ഞാനസ്നാനം നൽകിയ ഒരു ഓർമ്മയ്ക്കായിട്ട് അതിൻ്റെ ഒരു രൂപാവിഷ്കാരം ചെയ്തു വച്ചിരിക്കുന്നതാണ്. പള്ളിയുടെ ലെഫ്റ്റ് സൈഡിൽ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇത് മാതാവ് 3 പിള്ളേർ ദാഹിച്ച് വലഞ്ഞു വന്നപ്പം നീരുറവ തെളിച്ചു കൊടുത്തതായിട്ട് ഒരു രൂപാവിഷ്കാരം ചെയ്തു വച്ചിരിക്കുന്നതാണ്.